Hi friends, welcome back to my channel, your online teacher. ഈ ചോദ്യം നാളത്തെ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്തായാലും ഉണ്ടാകും. നോട്ടിഫിക്കേഷൻസ് വരണം എന്നില്ല, മൂന്നിലധികം വീഡിയോസ് ചെയ്യുന്നതുകൊണ്ട് ചാനൽ പേജ് ഇടയ്ക്കിടയ്ക്ക് കയറി നോക്കാം കേട്ടോ. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കുകളിലെ വീഡിയോസ് എല്ലാം കാണാം. ഇന്നലെയും ഇന്നുമായിട്ട് ഒരുപാട് വീഡിയോസ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുന്നത് ചെയ്തിട്ടുണ്ട്, അതെല്ലാം റെഫർ ചെയ്യുക. അപ്പോൾ 2 സെക്ടർ എക്കോണമിയിലെ ഇൻകം ഡിറ്റർമിനേഷൻ വിത്ത് ഗ്രാഫ് നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് ഗ്രാഫ് വരയ്ക്കാൻ പറയണം എന്നില്ല, പക്ഷെ നമ്മൾ വരയ്ക്കണം. അപ്പോൾ ഗ്രാഫ് എങ്ങനെയാണ് വരയ്ക്കേണ്ടത്? ഇവിടെയാണ് നമ്മൾ അഗ്രിഗേറ്റ് ഡിമാൻഡും അഗ്രിഗേറ്റ് സപ്ലൈയും നമ്മൾ കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ 0. നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ഇൻകമാണ് കാണിക്കുന്നത്. ഈ ഒറിജിനോട് ഒരു 45 ഡിഗ്രിയിൽ ഒരു ലൈൻ വരയ്ക്കുക, എന്നിട്ട് 45 ഡിഗ്രി എന്ന് എഴുതാം. ഇതാണ് ഒരു 2 സെക്ടർ എക്കോണമിയിലെ അഗ്രിഗേറ്റ് സപ്ലൈ കർവ്. then ഇതിന് ഇടയ്ക്ക് നിന്നൊരു ഇങ്ങനെ ചെരിച്ചൊരു ലൈൻ വരയ്ക്കുക, അതാണ് നമ്മുടെ അഗ്രിഗേറ്റ് ഡിമാൻഡ് കർവ്. എന്നിട്ട് എഴുതാം AD = C bar plus I bar plus CY എന്ന് എഴുതാം. ഇത് രണ്ടും കൂടി കൂട്ടിമുട്ടിയിരിക്കുന്ന ഈ പോയിന്റാണ് ഇക്വിലിബ്രിയം. അവിടെ നിന്ന് താഴേക്ക് ഒരു ലൈൻ വരയ്ക്കുക, ഇതാണ് നമ്മുടെ ഇക്വിലിബ്രിയം ഇൻകം. ഓക്കെ, ഇക്വിലിബ്രിയം ഇൻകം ഇങ്ങനെയാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ഡിറ്റർമിനേഷൻ ഓഫ് ഇൻകം ഇൻ ഇക്വിലിബ്രിയം ഇൻകം ഇൻ 2 സെക്ടർ എക്കോണമി എന്നല്ലേ. എന്നിട്ട് നമ്മളിവിടെ എഴുതണം, ഓരോന്നും എഴുതണം. ഇക്വിലിബ്രിയം ഇൻകത്തിൻ്റെ ഇക്വേഷൻ, ഇക്വിലിബ്രിയം ഇൻകം ഈസ് ഈക്വൽ ടു C bar plus I bar ഡിവൈഡഡ് ബൈ 1 - C. അതിൽ C bar എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്ടോണോമസ് കൺസംഷൻ ആണ്. C bar എന്ന് പറഞ്ഞാൽ ഓട്ടോണോമസ് കൺസംഷൻ ആണ്. ദെൻ I bar എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്ടോണോമസ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ദെൻ സ്മോൾ ലെറ്റർ C എന്ന് പറഞ്ഞാൽ മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം ആണ്. എന്നിട്ട് പിന്നെ നമ്മൾ അഗ്രിഗേറ്റഡ് ഡിമാൻഡ് ഇക്വേഷൻ എഴുതാം, കാരണം ഇത് 5 മാർക്കിന് ചോദിച്ചാൽ എഴുതി വെക്കാൻ വേണ്ടേ. അപ്പോൾ അഗ്രിഗേറ്റഡ് ഡിമാൻഡ് എന്ന് വെച്ചാൽ C bar plus I bar plus CY ആണ്. എൻ്റെ C bar എന്താണ്, I bar എന്താണ്, C എന്താണ്, Y എന്ന് പറഞ്ഞാൽ ഇൻകം ആണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണെന്ന് പറഞ്ഞിട്ട് ഇൻക്ലൂഡ് ചെയ്യുക. എന്നിട്ട് പറയാം ഇക്വിലിബ്രിയത്തിൽ അഗ്രിഗേറ്റഡ് ഡിമാൻഡ് അഗ്രിഗേറ്റ് സപ്ലൈയും ഈക്വൽ ആകും. അത് കൂട്ടിമുട്ടുന്ന പോയിന്റിലാണ് നമുക്ക് ഇക്വിലിബ്രിയം ഇൻകം കിട്ടുക എന്നൊക്കെ പറഞ്ഞ് ഇത്ര എഴുതി വെച്ചാൽ ഷുവറായിട്ട് നമുക്ക് എന്ത് കിട്ടും? ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ഫുൾ മാർക്സ് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് എല്ലാവരും പഠിച്ചിട്ട് പോകുക. വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ടാണെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.